ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഗൈസ്. പിന്നെ നമ്മൾ പറയാൻ പോകണത് എന്താ വെച്ചാൽ, ഞാൻ എന്താ പറയുക, ഒരു മാസം ആയിട്ട് ഫ്രീ ഫയർ വല്ലാതെ കളിച്ചിട്ടില്ല. എപ്പോൾ ആയിട്ട് കുറച്ച് പണ്ടത്തെ കളിക്കണുള്ളൂ. അപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഗൈസ് നമുക്ക് ലോബിയിലോട്ട് പോവാം. അത് തീരെ വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല. എങ്ങനെ നോക്കിയിട്ട് വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല. ഡെസേർട്ട് കൊണ്ട് പറ്റുന്നില്ല, വുഡ് പേക്കർ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സുഖമായിട്ട് വൺ ടാപ്പ് അടിക്കുക, കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ശരിയായിട്ടില്ല. പ്രാക്ടീസ്, അതായത് 1-2 ദിവസങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ. അതായത് ഇപ്പോൾ ശരിയായിട്ടില്ല. ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്നാലും ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അത് പറ്റും? 2 ദിവസം നമ്മൾ അടിപൊളിയായി ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വൺ ടാപ്പ് സുഖമായി അടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകണം. ഇപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് എന്താ പറയുക, MP40 ഒന്നല്ല എടുക്കണ്ടേ, ഞാൻ പറഞ്ഞ ഗൺസ് എടുക്കാം. വുഡ് പാക്കർ ഇല്ലേ, വുഡ് പാക്കർ എടുക്കണം. പിന്നെ M80 X എടുക്കരുത് കേട്ടോ. ഡെസേർട്ടുകളിൽ എനിക്ക് കുറച്ചെങ്കിലും വൺ ടാപ്പ് കയറണമെന്ന് പറഞ്ഞാൽ വുഡ് പാക്കർ കൊണ്ടാണ്. പിന്നെ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താ, റൂം കളിച്ചാലൊന്നും ചില ഏട്ടന്മാർ വന്ന് നമ്മളെ അടിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ തീരെ കളിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാവും. അതായത് തീരെ വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയണത്. അതായത് പുതിയതായിട്ട് ഫ്രീ ഫയർ തുടങ്ങിയ ബിഗിനേഴ്സിനും അവരൊക്കെ കുത്തി പിടിപ്പിച്ചിട്ട് അവർക്കും ഉണ്ടാവും വൺ ടാപ്പ് അടിക്കേണ്ടത് എങ്ങനെയെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞുതരുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, സെറ്റിങ്സ് പോയിട്ട് നിങ്ങളെ കൺട്രോൾസ്, ഈ ഫയർ ബട്ടല്ലേ, നിങ്ങളെന്താ ചെയ്യുക വെച്ചാൽ ഫയർ ബട്ടൺ 100, 50 ഇത്ര വലിയ സൈസിലാക്കിയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടത്. 40 സൈസും ആക്കണം. 40 ഉണ്ടോ, 40ൻ്റെ മേളിക്കാവരുത്. 40ൻ്റെ അടിയിക്കായി എത്ര കുഴപ്പമില്ല, 40ൻ്റെ മേളിക്കാവരുത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി. ഞാൻ എൻ്റെ സെൻസിറ്റിവിറ്റി ഇതെനിക്ക് ഓക്കെയാണ്, അത്രയ്ക്ക് ഓക്കെയാണ് പറയില്ല, ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല. നിങ്ങളെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുക, ഇത് ഫുള്ള് മൈനസാക്കിയിട്ട് 2-2 കൂട്ടുക. ഹെഡ് ഷോട്ട് കയറുണ്ടോ മെല്ലെ നോക്കുക, കയറില്ലെങ്കിൽ പിന്നെ നോക്കുക. അങ്ങനെ ഓരോ നമ്പേഴ്സിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സെൻസിറ്റിവിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത കാര്യം വെച്ചാൽ, നമ്മൾ ഈ ഫയർ ബട്ടൺ നെക്കി പിടിച്ച് ഭയങ്കര പവറിൽ നെക്കി പിടിച്ചിട്ടാവും നമ്മൾ ഇങ്ങനെ വൺ ടാപ്പ് പിടിക്കുക. അതായത് കണ്ടോ, അപ്പോൾ ഒരിക്കലും വൺ ടാപ്പ് കയറില്ല. ഇതുപോലെ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഒരിക്കലും വൺ ടാപ്പ് കയറത്തില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായി വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഗണ്ണാണ് വുഡ് പാക്കർ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ കാണിച്ചു തരാം ഇങ്ങനെയാണ് വൺ ടാപ്പ് അടിക്കുക പറഞ്ഞാൽ. എനിമിൻ്റെ ഈ ഭാഗം കണ്ടോ, കാലിൻ്റെ ഭാഗം, അവിടുന്ന് നിങ്ങൾ മെല്ലെ ഡ്രാഗ് ചെയ്യണം കേട്ടോ, അമർത്തി ഡ്രാഗ് ചെയ്ത്. റീലോഡ് ആകുമ്പോൾ തന്നെ എന്തോ ഇപ്പോൾ വൺ ടാപ്പ് പറയാതെ ഞാൻ പറഞ്ഞു. എനിക്ക് വൺ ടാപ്പ് പഠിക്കാൻ പറ്റില്ല ശരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ചെങ്കിലും വൺ ടാപ്പ് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാ വെച്ചാൽ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഈ കാൽ ഭാഗത്ത് നിന്ന് ഒറ്റ ഡ്രാഗ്, മെല്ലെ ഡ്രാഗ് ചെയ്യുക. അങ്ങനെ ഗൈസ് നമ്മൾ മെല്ലെ പഠിക്കുക. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു ദിവസവും ആയിട്ടും കൂടെ ഇല്ല. അപ്പോൾ മെല്ലെ നമുക്ക് ശരിക്കും 2 ദിവസം നമ്മൾ ശരിക്കും പ്രോപ്പറായി ചെയ്താൽ ഉറപ്പാണ് നന്നായി വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാലിൻ്റെ ഈ ഭാഗം കണ്ടോ, കാലിൻ്റെ ഭാഗം സുഖമായി. ഇനിയിപ്പോൾ നമുക്ക് ഡെസേർട്ടുകൾ നോക്കാം. ഡെസേർട്ടുകളുടെ കാര്യമാണ് മിക്ക ആൾക്കാർക്കും ഡെസേർട്ട് കൊണ്ട് വൺ ടാപ്പ് അടിക്കാനാവും ആഗ്രഹം. ഇപ്പോൾ ഡെസേർട്ട് ഇതേപോലെ അങ്ങനെ കൊടുക്കുക. അതായത് എനിമിൻ്റെ ഈ കാലിന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, മനസ്സിലായില്ലേ? ഡെസേർട്ട് സെയിം സാധനം അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. കാലിൻ്റെ ഇവിടുന്ന് ഒറ്റ ഡ്രാഗ്. ഒരു മിനിറ്റ് ഗൈസ് പഠിച്ച് കാണിച്ചു തരാം. ഗൈസ് കയറുന്നില്ല, കണ്ടു ഗൈസ്. കാലിൻ്റെ ഈ ഭാഗം നിന്ന്, അതായത് അടിയിൽ നിന്ന് മെല്ലെ ഡ്രാഗ് ചെയ്യുക. അല്ലാതെ ഇതേപോലെ ചെസ്റ്റ് നിന്ന് അടിച്ചിട്ട് ചിലപ്പം കയറും, ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലെ ചെസ്റ്റ് നിന്ന് കയറില്ല. അത് ഡ്രാഗ് മെല്ലെ പോവില്ല. കാലിൻ്റെ ഭാഗം കൊണ്ട് അടിക്കുകയാണെങ്കിൽ നേരെ ഹെഡ് ഷോട്ട് കയറും. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രോപ്പറായി ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ചിലതൊന്നും വൺ ടാപ്പ് കയറാത്തത്. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പാണ് 2 ദിവസം കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാലിൻ്റെ ഇവിടുന്ന് ഒറ്റ ഡ്രാഗ് അങ്ങ് ചെയ്യുക.
ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 ദിവസം നിങ്ങളിത് മര്യാദ ചെയ്താൽ മതി. ഗൈസ് കണ്ടില്ലേ, ഇതിൻ്റെ ഗൈസ് കണ്ടില്ലേ. ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും പണിയുണ്ട ഒരു ഗണ്ണാണ് M80. മിക്ക ആൾക്കാർക്ക് M80 കൊണ്ടാവും വൺ ടാപ്പ് അടിക്കാൻ ബുദ്ധിമുട്ട്. M80 അപ്പോൾ M80 കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. കാലിൻ്റെ ഇവിടുന്ന് എയിം കൊടുത്തിട്ട് നേരെ ഡ്രാഗ് ചെയ്താൽ ആവില്ല ഗൈസ്. എത്ര നോക്കിയിട്ടും നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ M80 കൊണ്ട് അങ്ങനല്ല ഗൈസ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു മിനിറ്റ് കണ്ടോ, ഇതിൻ്റെ എത്ര ശ്രമിച്ചിട്ട് ഞാൻ എന്നാലും കാണിച്ചിരുന്നു നിങ്ങൾക്ക്. M80 ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ ഇങ്ങനെ. അതായത് ഇവിടുന്ന് ഇപ്പോൾ സാധാരണ നമ്മൾ ഡെസേർട്ട് കൊണ്ടും വുഡ് പേപ്പർ കൊണ്ട് ഇങ്ങനെയാണ് അടിക്കുക. അങ്ങനെ അടിച്ച് കാര്യമില്ല. ഞാൻ പഠിച്ച് കാണിച്ചിട്ട് M80 കൊണ്ട് അത് വർക്കാവില്ല. കണ്ടില്ലേ ഗൈസ്, എത്ര നോക്കിയിട്ടാണ് വർക്കാവില്ല. അപ്പോൾ M80 നേരെ എയിം കൊടുക്കാത്ത സ്ഥലം നോക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഫയർ ബാട്ടലിക്കല്ല കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അത് നിങ്ങളും അത് റെഡിയാക്കണം. അപ്പോൾ ഗൈസ് ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ എയിം കൊടുത്ത നേരത്തെ ഒരു ബോഡി ഷോട്ട് പോയത് എയിം കൊടുക്കാതെ അടിച്ചാണ്. ഇപ്പോൾ ഗൈസ് വൺ ടാപ്പ് കയറുന്നുണ്ട്. എയിം ശരിക്കും കണ്ടില്ല, എനിക്ക് എത്ര നോക്കിയിട്ടും പറ്റില്ല. എയിം കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ അടിക്കണമെങ്കിൽ ഒരിക്കലും വൺ ടാപ്പ് കയറില്ല. എയിം കൊടുക്കാതെ പോകണം, എന്നിട്ട് ഒറ്റ ഡ്രാഗ് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ ഇപ്പം ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എപ്പോഴും വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് വുഡ് പാക്കറും ഡെസേർട്ടും പെട്ടെന്ന് അടിക്കാൻ പറ്റും. പക്ഷേ M80 എന്തായാലും കുറച്ച് ദിവസം വേണം. പൈസ കണ്ടില്ലേ, നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ. അപ്പോൾ ഇത് റൂമിലാണ് നമുക്ക് മെയിനായി ഹെഡ് ഷോട്ട് ഉള്ളി. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുത്തിപ്പിടിക്കുന്ന കളികൾക്കൊക്കെ ഗൺസോണിൻ്റെ ഹെഡ് ഷോട്ട് അടിക്കാറേ ഉള്ളൂ, വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഗൈസ്, പ്രാക്ടീസ് ചെയ്ത് നടക്കും ഗൈസ്. അതായത് M80 കൊണ്ട് നിങ്ങളിങ്ങനെ അടിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പാണ് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ഗ്ലൂ വാളി. അതിന് വേണ്ടി ട്രെയിനിങ് ഗ്രൗണ്ടിൽ തന്നെ വരിക. ഇവിടെ പോയിട്ട് എന്താ പറയുക, ഇവിടെ നിൽക്കുക, എന്നിട്ട് ഇവിടെ പ്രാക്ടീസ് തരും. അപ്പോൾ നമ്മൾ ഇത് ഗ്ലൂ വാൾ വരും. നമ്മളിങ്ങനെ എവിടെയാണ് ആ ഫയർ വരുന്നത് അവിടെ നമ്മൾ ഗ്ലൂ വാളിട്ട് റെഡിയാക്കുക. ഗൈസ് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് പഠിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഗൈസ് ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.